ഞാൻ കാണിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കായാലും അതുപോലെ തന്നെ അപ്പത്തിനായാലും ചോറ് പത്തിരി എല്ലാത്തിനും പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ഇതേപോലത്തെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് പഴയകാല കല്യാണ വീടുകളിലൊക്കെ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ മലബാർ മേഖലകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കൊയിലാണ്ടി കോഴിക്കോട് ആ ഭാഗത്തൊക്കെ കേട്ടോ. ഏത് ടൈപ്പ് മാങ്ങ ആയാലും കുഴപ്പമില്ല. ഇതിപ്പം നമ്മളെ കയ്യിലുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതായത് മുറിച്ച് നോക്കുന്നേരം കുറച്ചൊരു മഞ്ഞ കളർ പാഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മാങ്ങ മാറ്റിയിട്ട് അപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയത് അരമുറി തേങ്ങൻ്റെ ഒരു പകുതി ഭാഗം കേട്ടോ. അത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരവി എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂണും കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് മാത്രം മതി. ആ 1/2 ടീസ്പൂൺ മാത്രം കേട്ടോ. ഇതിപ്പോൾ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ ഉലുവ. ഇപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചോന്ന് വരണം കേട്ടോ ഈ ഒരു ഉലുവ ചോന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ 5-6 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചോപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് തക്കാളിയും പച്ചമുളകും, ഇതിപ്പോൾ ഞാൻ 3 തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് കേട്ടോ ചേർത്തത്. നമ്മൾ എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എന്നോട് വിട്ടുപോയതാണ്. ഞാൻ ചുവന്നുള്ളി മൂത്ത് വന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കുക. കാരണം ഈ ഒരു ആവി കടന്നിട്ട് ഈ ഒരു തക്കാളി വെന്ത് വരണം കേട്ടോ. ഈ ഒരു കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ആയി വരണം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നല്ല വെന്ത് കഞ്ഞി പോലെ ആയിട്ട് വരണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പൊടികൾ കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണല്ല 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങയിൽ പൊടികളൊക്കെ ചേർത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. കൂടുതലായി പോകാൻ പാടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇല്ലെങ്കിൽ അല്ലി എടുത്തിട്ട് ചതുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ഒരു 1/2 ടീസ്പൂണും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. കൂടുതലായി പോകും, വെറുതെ അന്നേരം അതിൻ്റെ ചൊവ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതേപോലെ ഒന്ന് നല്ല അതിൻ്റെ ഒരു പച്ചമണമില്ലേ, ആ പൊടികൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മാങ്ങ ഞാൻ മാറ്റിന് മുറിച്ച മാങ്ങ. അപ്പം നല്ല പച്ചമാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു അരഭാഗമാണ് കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ, കല്ലുമ്മക്കായി. അപ്പോൾ കല്ലുമ്മക്കായി പച്ച ഉണ്ടെങ്കിൽ പച്ചവടക്ക് ഇറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായി ഞാനിത് പുഴുങ്ങിയിട്ടാണ് ഇറന്നത്. അപ്പം പുഴുങ്ങിയ കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ പുഴുങ്ങി ഇറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പുഴുങ്ങി ഇറന്ന് വെച്ചതായിരുന്നു കേട്ടോ. വലിയ കല്ലുമ്മക്കായാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ മാങ്ങയിട്ട് വെച്ചാൽ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാങ്ങയും കല്ലുമ്മക്കായയും അതുപോലെ തന്നെ ആ ഒരു മസാലയും
നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു ആവി കിടന്നിട്ട് ആ ഒരു കല്ലുമ്മക്കായും മാങ്ങയും ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ വേവുള്ള മാങ്ങയൊക്കെ അണിച്ചാൽ ആ തക്കാളിൻ്റെ പേര് ഇട്ട് കൊടുത്തിട്ട് താളിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കലങ്ങി പോകുന്ന സൈസ് മാങ്ങാണേ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. മാങ്ങ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പില്ല നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെ ഒരു കൂട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഒരു കറി പോലെ ആക്കിയെടുക്കുക. അധികം നേർത്ത് പോകരുത് കേട്ടോ, കുറച്ചൊരു കട്ടിക്ക് നിന്നോട്ടെ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ, ഇടയിൽ കൂടിയൊക്കെ. അപ്പോൾ അത് പാകത്തിനൊക്കെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് നല്ലോണം വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് നല്ലോണം വെന്ത പോലെ ഒന്നും ആവേണ്ട തേങ്ങ. കാരണം ഇതിലെ മസാലകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെന്തതാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ തേങ്ങ മാത്രമാണ്, തേങ്ങക്ക് അത്രയൊന്നും വേവൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടിയും കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തതാണേ. അപ്പോൾ ഇതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നോൽക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം തിളച്ചിട്ട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ പിരിഞ്ഞ പോലെ ആയിപ്പോൾ. അപ്പോൾ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി അവിടെ നിന്ന് അങ്ങനെ ചട്ടിയിൽ നിന്ന് അങ്ങനെ വെന്തോളൂ കേട്ടോ തേങ്ങ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മൂടി വെക്കട്ടെ.